മാനർമ ചാൻസിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ മലയാള സിനിമയിൽ വീണ്ടും ഒരു വലിയൊരു നേട്ടം കൂടെ ഉണ്ടായിരിക്കുകയാണ്. 5 ദിവസം കൊണ്ട് 50 കോടി ക്ലബ്ബ് എന്ന് പറഞ്ഞ ഒരു വലിയൊരു റെക്കോർഡാണ് ഇപ്പം എമ്പുരാൻ എന്ന് പറഞ്ഞ ചിത്രം ഇട്ടിരിക്കുന്നത്. ഈ റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ നമ്മുടെ മലയാള സിനിമയിൽ ഒരു സിനിമകൾക്കും അവകാശപ്പെടാൻ പറ്റാത്ത ഒരു റെക്കോർഡാണ്. ഇതിനു മുമ്പ് ഇത് ഒരു റെക്കോർഡ് കീപ്പ് ചെയ്തിരുന്നത് നമ്മുടെ ദളപതി വിജയ് നായകനായി ലിയോ എന്ന് പറഞ്ഞ സിനിമയായിരുന്നു. ഏകദേശം 10 ദിവസം കൊണ്ടാണ് ആ സിനിമ 50 കോടി ക്ലബ്ബിൽ മലയാളത്തിൽ കയറിയത്. അപ്പം അതിനെ തകർത്തുകൊണ്ടാണ് നമ്മുടെ ലാലേട്ടൻ്റെ ഈ ചിത്രമായിട്ടുള്ളത് എമ്പുരാനായിട്ടുള്ള ലാലേട്ടൻ്റെ എമ്പുരാൻ എന്ന് പറഞ്ഞ ചിത്രം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 5 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ഈ സിനിമയ്ക്ക് 50 കോടി ക്ലബ്ബിലാണ് മലയാള സിനിമയിൽ ഇടം നേടിയിരിക്കുന്നത്. ഏറ്റവും ഫാസ്റ്റസ്റ്റായിട്ട് 50 കോടി ക്ലബ്ബിൽ കയറുന്ന ഒരു മലയാള ചിത്രം കൂടാണ് നമ്മുടെ എമ്പുരാൻ എന്ന് പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു അഭിമാനം തോന്നുന്ന നിമിഷമാണിത്. അതേപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ സിനിമയ്ക്ക് ഭയങ്കര ഏറെ ഹേറ്റും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ടായിരുന്നു. ഓരോ പാർട്ടികളുടെ ഇതിൽ നിന്നും ഒക്കെ ഭയങ്കര പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഒരു പ്രശ്നമൊക്കെ അവർ റിക്കവർ ചെയ്ത് വന്നിട്ടില്ല ഇതുവരെയായിട്ടും. അത് നടന്നുകൊണ്ടിരിക്കണം. ആ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ടൈമിലാണ് ഇത്രയും വലിയ വിജയമായിട്ട് ഈ സിനിമ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെക്കാട്ടിലും വലിയ മറുപടി അവർക്ക് ഇനി വേറെ കൊടുക്കാനില്ല. കാരണം എല്ലാവരും ഒരുമിച്ച് നശിപ്പിക്കാൻ നോക്കുന്ന ഒരു സിനിമ ഇത്രയും വലിയ മലയാള സിനിമയുടെ തന്നെ അഭിമാനമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാള സിനിമയിൽ ഈ സിനിമ ഇടുന്ന റെക്കോർഡ് ഏകദേശം ഒരു 5-6 വർഷമെങ്കിലും ഒരു പടത്തിന് തൊടാൻ കഴിയരുത്. ആ ഒരു രീതിക്കായിരിക്കും ഇതിൻ്റെ റെക്കോർഡ് ഇടേണ്ടത്. അങ്ങനെ ഇട്ടെങ്കിൽ മാത്രമേ ഇപ്പം ഇതിനെക്കുറിച്ച് പറഞ്ഞ് ചിലച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു മറുപടി ആകത്തുള്ളൂ. അവർക്ക് തോന്നണം ഞങ്ങൾ ഇത്രയും പറഞ്ഞിട്ടും ഇതിനൊന്നും ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്നുള്ളൊരു തോന്നൽ വരണം. പിന്നെ എൻ്റെ ഒരു പ്രത്യേക ഒരു അഭിപ്രായമാണ് ഈ സിനിമ ഇപ്പം ഇതിൻ്റെ ആണെങ്കിൽ തിയേറ്റർ റണ്ണൊക്കെ കഴിഞ്ഞ് OTT വരുമ്പം ഇതിൻ്റെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് സീൻസ് കട്ട് ചെയ്യുമെന്നൊക്കെ. അപ്പം ഇത് ഇറങ്ങുമായിരുന്നെങ്കിൽ ആ ഒരു സീൻ കട്ട് ചെയ്യാതെ അൺകട്ട് വേർഷൻ ഇറങ്ങിയിരുന്നെങ്കിൽ വളരെ നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നമുക്കറിയത്തില്ല ഇതെങ്ങനെ വരുമെന്ന്. ഇപ്പം മലയാള സിനിമയിൽ നമ്മുടെ ലാലേട്ടനാണെങ്കിൽ 50 കോടി വീണ്ടും ലാലേട്ടനാണെങ്കിൽ മലയാള സിനിമയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ വർഷം എന്ന് പറയുന്നത് എമ്പുരാൻ എന്നുള്ളൊരു ഓർമ്മയാണ്. 2025 എന്ന് പറയുമ്പോഴേ മലയാള സിനിമയിലെ എമ്പുരാനാണ് മനസ്സിൽ പെട്ടെന്ന് വരുന്നത്. അത്രത്തോളം ഓർമ്മകളുണ്ട് നമുക്ക് ഈ സിനിമയെക്കുറിച്ചുള്ളത്. പിന്നെ ഈ സിനിമ ഈ ഒരു അടുത്താണെങ്കിൽ ഇതിൻ്റെ കുറച്ച് നാളായിട്ട് ഇതിൻ്റെ പ്രിൻ്റൊക്കെ HD പ്രിൻ്റൊക്കെ ലീക്കായിട്ടുണ്ടായിരുന്നു. നമ്മളൊന്ന് ആലോചിക്കണം, ഈ സിനിമ ഇറങ്ങിയതിൻ്റെ പിറ്റേ ദിവസമോ എന്തോ ആണ് ഇത് ലീക്കായത്. എന്നിട്ട് പോലും ഇതിൻ്റെ കളക്ഷനെ ബാധിച്ചിട്ടില്ലെന്ന് നമ്മൾ ഓർത്തോണം. ഇതിന് മുമ്പ് ഇറങ്ങിയ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഒരു സിനിമയാണ് പ്രേമോ എന്ന് പറയുന്ന സിനിമ. ആ സിനിമ ഏകദേശം 65 എത്രയോ കോടിയൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. ആ സിനിമയായിരുന്നു നമ്മുടെ മലയാള സിനിമയിൽ ആദ്യത്തെ 100 കോടി ആകേണ്ട ചിത്രം. പക്ഷെ അതിൻ്റെ സെൻസർ ചെയ്ത ആ ഒരു പതിപ്പ് കോപ്പി ലീക്ക് ആകുകയാണ് ചെയ്തത്. അത് ലീക്ക് ആയതുകൊണ്ടാണ് അത് പല ആൾക്കാർ കാണുകയും തിയേറ്ററിലോട്ട് പോകാതിരിക്കുകയും ചെയ്തു. പക്ഷെ ആ സിനിമ ഭയങ്കര വിജയം തന്നെ ആയിരുന്നു. എങ്കിലും 100 കോടി കയറുന്ന ആദ്യത്തെ ചിത്രം അതായിരുന്നു. പക്ഷേ അങ്ങനെ ഇറങ്ങിയതുകൊണ്ടാണ് അതിൻ്റെ ആ ഒരു കളക്ഷനിൽ 100 കോടി വരെ എത്താതെ പോയത്. അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഇൻഡസ്ട്രിയിൽ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായ ഒരു ഇൻഡസ്ട്രിയിലാണ് ഇപ്പം ലീക്കായിട്ടും സിനിമ ഇത്രയും വലിയൊരു കളക്ഷൻ നേടിക്കൊണ്ടിരിക്കുന്നത്. അതിന് വേറൊന്നുമല്ല, ഒറ്റ കാരണമാണ് മോഹൻലാൽ എന്ന് പറഞ്ഞ ഒറ്റ കാരണമാണ്. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഈ ഒറ്റ പടം കൊണ്ട് അദ്ദേഹം തിരിച്ചു പിടിച്ച ആ ഒരു സ്റ്റാർഡമാണ്. പിന്നെ നമ്മൾ പൃഥ്വിരാജും ലാലേട്ടനും ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാജിക്കിൽ നമ്മളുടെ പ്രതീക്ഷയായിരുന്നു അത്. എന്തായാലും ആ പ്രതീക്ഷ നല്ല രീതിക്ക് തന്നെ സ്ക്രീനിൽ വന്നിട്ടുണ്ട്. പിന്നെ ചിലർക്കൊക്കെ ഒരു മനോവിഷമം ഉണ്ടായില്ല, അവർ എക്സ്പെക്റ്റ് ചെയ്ത രീതിക്ക് വന്നിട്ടില്ല എന്നുള്ളൊരു തോന്നൽ തോന്നി. ഈ സിനിമ ബോക്സ് ഓഫീസ് ഹിറ്റ് ആണെങ്കിൽ ഇതിൻ്റെ തേർഡ് പാർട്ട് വരുന്നത് ഇതെല്ലാം പുള്ളിക്കാരനറിയാം. ഈ തേർഡ് പാർട്ട് വരുന്നതിന് ഫുള്ള് ഇപ്പോഴത്തെ കാര്യങ്ങളെല്ലാം പുള്ളി ശ്രദ്ധിച്ചിട്ട് അതിനനുസരിച്ചുള്ള രീതിക്കായിരിക്കും തേർഡ് പാർട്ട് ചെയ്യത്തുള്ളൂ. ഉറപ്പാണ് തേർഡ് പാർട്ട് മലയാള സിനിമയിൽ ഇതുവരെ വന്ന ചിത്രങ്ങളിലെല്ലാം വേറെ റേഞ്ചിലുള്ളൊരു കിടിലൻ പടമായിരിക്കും തേർഡ് പാർട്ട്. നമുക്ക് എന്തായാലും ആ തേർഡ് പാർട്ടിന് വേണ്ടി കാത്തിരിക്കാം. പിന്നെ ഈ എമ്പുരാൻ്റെ ഇത്രയും വലിയ കളക്ഷൻസ് നമുക്കിനി ഓരോ ദിവസം ആകുമ്പോഴും ഓരോ കളക്ഷൻസ് കൂടിക്കൂടി വരട്ടെ നമുക്ക് ആഗ്രഹിക്കുകയും ചെയ്യാം. എന്തായാലും മലയാള സിനിമയിലെ ഏറ്റവും വലിയ കളക്ഷൻ കിട്ടുന്ന സിനിമ എമ്പുരാൻ തന്നെ ആയിരിക്കും ഇനി ഏകദേശം കുറച്ച് വർഷങ്ങളോളം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.